മലങ്കര സഭാ കേസിൽ മുൻകാല വിധികളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സുപ്രീം കോടതിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയുടെ പള്ളികളിലെ വിശ്വാസികളുടെയും എതിർകക്ഷികളുടെയും എണ്ണമെടുക്കുന്നത് മുൻ ഉത്തരവുകളിൽ മാറ്റം വരുത്തുന്നതല്ല എന്ന നിരീക്ഷണത്തിലാണ് ഓർത്തഡോക്സ് സഭ നിലപാട് വ്യക്തമാക്കിയത്. നിതിൻ തോമസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ ഇന്ന് ഈ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട്, അതായത് പഴയ വിധികളിലൊന്നും തങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള കാര്യം, അത് എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ സഭാ തർക്കത്തിലൊക്കെ പ്രതിഫലിക്കുക? ആര്യ, ഇന്ന് സുപ്രധാനമായ രണ്ട് നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അതിലൊരു നിരീക്ഷണത്തെയാണ് മലങ്കര സഭ പൂർണ്ണമായും സ്വീകരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് മലങ്കര സഭാ കേസിൽ, മലങ്കര സഭാ തർക്കത്തിലെ മുൻകാല വിധികളിൽ, അതായത് ഇതിനു മുമ്പ് വിധി വന്നിട്ടുള്ളത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിധികളിൽ ഒന്നും തന്നെ സുപ്രീം കോടതി ഇനി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ ഈ ഓർത്തഡോക്സ് സഭ സ്വീകരിക്കുകയാണ്. അതിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് യാതൊരുവിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെ പറയുകയാണ്. മലങ്കര സഭയുടെ പള്ളികളിലെ വിശ്വാസികളുടെയും അതുപോലെ തന്നെ എതിർകക്ഷികളുടെയും എണ്ണം എടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതായത് നമുക്കറിയാം, സഭാ കേസ് വന്നതിന് ശേഷം, വിധി വന്നതിന് ശേഷം ഈ പള്ളി തർക്കം ഉണ്ടായിട്ടുണ്ട്. അതായത് പള്ളികളിൽ ആർക്കാണ് പള്ളിയുടെ അധികാരം ഉള്ളതിനെ ചൊല്ലി പല രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉണ്ടായ തർക്കങ്ങളിൽ 6 പള്ളികളിലെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസുകളിലല്ലാണ്ട് മറ്റ് ഇത്തരത്തിൽ വിശ്വാസികളുടെ കണക്കെടുക്കുന്നതിൽ യാതൊരുവിധമായിട്ടുള്ള പ്രശ്നവും സഭയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സഭ പറയുന്നത്. അതായത് സുപ്രീം കോടതി നടത്തിയ ഈ നിരീക്ഷണത്തെ സഭ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിൽ എണ്ണം എടുക്കുന്നത് മുൻകാല ഉത്തരവുകളിൽ യാതൊരുവിധമായിട്ടുള്ള ചലനവും ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഈ എണ്ണം എടുക്കുന്നത് മുൻകാല ഉത്തരവുകളെ ബാധിക്കില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയാണ്. ഇത്തരം കണക്കുകൾ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇത് തകർക്കുമെന്ന ഒരു നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളതെന്നും ഓർത്തഡോക്സ് സഭ പറയുന്നുണ്ട്. അതായത് ഇത്തരം കണക്കുകൾ എടുക്കുന്നത് ഇത്തരം സഭയിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലുള്ള വിശ്വാസികളുടെയും എതിർവിശ്വാസികളുടെയും കണക്കെടുക്കുന്നതിനെ സഭ എതിർക്കുന്നുണ്ടെങ്കിലും ഈ കണക്കെടുക്കുന്നത് മറ്റു ഉത്തരവിനെ ബാധിക്കില്ല എന്നുള്ളതാണ് സഭ സ്വീകരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ കണക്കെടുക്കുന്നത് സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കുമെന്നുള്ള ഒരു നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത് എന്നും ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോടതിയലക്ഷ്യ കേസ് 6 പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇപ്പോൾ കേരളത്തിൽ പള്ളി പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു പള്ളിയിൽ ഇത്ര ആളുകളാണ് കൂടുതലുള്ളത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഈ 6 പള്ളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കുന്ന കൂട്ടത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നിലപാട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6 പള്ളിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിന്റെ ഹർജി മാത്രമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. മലങ്കര സഭയുടെ പള്ളികളിലെ വിശ്വാസികളുടെയും എതിർകക്ഷികളുടെയും എണ്ണം എടുക്കുന്നത് മുൻ ഉത്തരവുകളിൽ മാറ്റം വരുന്നതല്ല എന്ന നിരീക്ഷണത്തിലാണ് ഓർത്തഡോക്സ് സഭ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.